ഇന്ത്യ തലകുനിച്ച കാംബ്ലിയുടെ കണ്ണീരിന് പിന്നിൽ. മുൻ മത്സരങ്ങളിൽ സ്ഫോടനാത്മകമായി തകർത്തടിച്ചിരുന്ന ജയസൂര്യയും രമേഷ് കലവിതരണയും സ്കോർ ബോർഡ് 2-ൽ നിൽക്കുമ്പോൾ ജവഗൽ ശ്രീനാഥ് പുറത്താക്കി ഇന്ത്യക്ക് ഈഡൻ ഗാർഡൻസിൽ സ്വപ്നതുല്യമായ തുടക്കം അപ്പോൾ നൽകിയിരുന്നു. കപിലിന്റെ ചെകുത്താന്മാർക്ക് ശേഷം ഇന്ത്യ ഒരു ലോകകപ്പിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നെന്ന് ആരാധകർ ആഗ്രഹിച്ച നിമിഷം. അരവിന്ദ് ഡിസിൽവ എന്ന മാഡ്മാക്സും റോഷൻ മഹാനാമയും കൂടി ശ്രീലങ്കൻ സ്കോർ കാർഡിൽ തെറ്റില്ലാത്ത 251 റൺ സംഭാവന നൽകി ആദ്യ പകുതി അവസാനിപ്പിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ നവജോത് സിംഗ് സിദ്ധു സ്കോർ കാർഡിൽ 8 റൺസ് ഉള്ളപ്പോൾ വാസിന്റെ പന്തിൽ പുറത്തായെങ്കിലും സച്ചിനും സഞ്ജയ് മഞ്ജരേക്കറും കൂടി ഇന്ത്യൻ പ്രതീക്ഷകളെ മുന്നോട്ട് നയിച്ചു. എന്നാൽ സ്കോർ 98 റൺസിൽ നിൽക്കെ സച്ചിനെ ജയസൂര്യയുടെ പന്തിൽ സ്റ്റംപിങ്ങിലൂടെ കലവിതരണം പുറത്താക്കിയതോടെ കളി നാടകീയമായി തിരിഞ്ഞു. 99-ൽ ക്യാപ്റ്റൻ അസറുദ്ദീനും 101-ൽ നിൽക്കെ സഞ്ജയ് മഞ്ജരേക്കറും 110-ൽ നിൽക്കെ ശ്രീനാഥും 115-ൽ നിൽക്കെ അജയ് ജഡേജയും 120-ൽ നയൻ മൂംഗയും ആശിഷ് കപൂറും വേണു. 98-ന് 1 എന്ന നിലയിൽ നിന്നും 120-ന് 8 എന്ന നിലയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി. കാണികളുടെ രോഷം ഏതെൻ തോട്ടത്തെ നരകമാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. ക്രിക്കറ്റിനും ഇന്ത്യക്കും നാണക്കേടുണ്ടാക്കി ആ മത്സരം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ശ്രീലങ്കയെ വിജയികളായി പ്രഖ്യാപിച്ച് ഫൈനൽ പ്രവേശം സാധ്യമാക്കി. ഒരറ്റത്ത് കാംബ്ലി എന്ന സച്ചിനേക്കാൾ കേമനെന്ന് ഒരു കാലത്ത് ക്രിക്കറ്റ് വിലയിരുത്തിയ മനുഷ്യൻ തേങ്ങലടക്കാനാകാതെ വിതുമ്പുന്നത് ഇന്ത്യൻ ആരാധകർ വേദനയോടെ കണ്ടു. ഇന്നും ആ സെമി ഫൈനൽ മത്സരത്തെക്കുറിച്ച് വരുന്ന അപവാദങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ടോസ് നേടിയിട്ടും ക്യാപ്റ്റൻ അസറുദ്ദീൻ എന്തിന് ബൗളിംഗ് തിരഞ്ഞെടുത്തു? ഏറ്റവും ഫോമിൽ പന്തെറിഞ്ഞ് 7 ഓവറിൽ 34 റൺസിന് 3 വിക്കറ്റ് എടുത്ത ശ്രീനാഥിന് ശ്രീലങ്ക 50 ഓവർ കളിച്ചിട്ടും എന്തുകൊണ്ട് ബാക്കി ഓവറുകൾ നൽകിയില്ല? തീർത്തും നിരുപദ്രവകാര്യം തോന്നിയ ധർമ്മസേനയുടെ പന്തിൽ അനായാസ ഷോട്ട് കളിച്ച് അസറുദ്ദീൻ നൽകിയ ഈസി ക്യാച്ചൊരു സൂചകമായിരുന്നു. ക്വാർട്ടറിന്റെ താരം അജയ് ജഡേജ 11 ബോൾ നേരിട്ട് സംപൂജ്യനായി മടങ്ങിയത് സ്വാഭാവികമാണോ? കാലം കുറേയേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കഴിഞ്ഞെങ്കിലും ക്രിക്കറ്റിന്റെ മായാത്ത മുറിവും തീരാക്കളങ്കവുമായി ആ അപൂർണ മത്സരം ഒരു നോവായി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഉള്ളിൽ നൊന്തു നീറുന്നു.